Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനലിലെ ഓഡിറ്റ് സബ്ജക്റ്റിലെ ചാപ്റ്റർ 3 ആണ്. അതിൻ്റെ തേർഡ് പാർട്ടാണിത്. ഓഡിറ്റ് പ്ലാനിങ്, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി കമൻസിങ് ആൻഡ് ഓഡിറ്റ്, പിന്നെ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ, an audit program is created to assign tasks to team members. അപ്പോൾ ടീം മെമ്പേഴ്സ്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലിസ്റ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആൻഡ് എസ്റ്റിമേറ്റ്സ് ഹൗ ലോങ് ഈച്ച് ടാസ്ക് വിൽ ടേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉണ്ടാവുക? ഒന്നെന്ന് വെച്ചാൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ലിസ്റ്റ്, പിന്നെ അത് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്, അതേമാതിരി തന്നെ ഓരോ ടാസ്കും എത്ര സമയം വെച്ച് എടുക്കും. ഈ 3 കാര്യങ്ങളാണ് എന്ത് ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ ജനറലായിട്ട് ഉണ്ടാവുക. ഫോർമുലേറ്റിംഗ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. നോയിങ് ഹൗ ടു ക്രിയേറ്റ് എൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എസെൻഷ്യൽ. എങ്ങനെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു നോളേജ് വേണം. കാരണം നമ്മൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മളൊരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കണം, ഇന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒബ്ജക്റ്റീവാണ് ഒരു ഓഡിറ്ററിന് ഉണ്ടാവുക. സോ ആ ഒരു ഒബ്ജക്റ്റീവ്, നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്, ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ക്രിയേഷൻ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട്, അത് എസെൻഷ്യലാണ്, അത് മനസ്സിലാക്കുന്നത് വളരെ എസെൻഷ്യലാണ്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഈച്ച് ഏരിയാസ് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ അസിസ്റ്റൻസ്. അപ്പോൾ എന്താണ്, ഓരോ ഏരിയയിലും നമ്മൾ എന്തിനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്, നമ്മൾ എന്ത് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ഓഡിറ്റ് ഏരിയയിലും ഓരോ ഏരിയയിലും നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് നമുക്കെന്താണ്, അതും വേണം. അതേമാതിരി തന്നെ ഓരോ അസിസ്റ്റൻറ്റിനും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും എന്തിൽ വേണം, ഓഡിറ്റ് പ്രോഗ്രാമിൽ വേണം. ക്ലിയർ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് ഹെൽപ്സ് കണക്ട് പ്രൊസീജിയേഴ്സ് ടു ഗോൾ. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ഒബ്ജക്റ്റീവ് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേണ്ട ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ പ്രൊസീജിയേഴ്സ് സഹായിക്കും, അത് കണക്ട് ചെയ്യും. സോ ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ കീ കൺസിഡറേഷൻസ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? സോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു കൺസിഡർ വെൻ ഫോർമുലേറ്റിംഗ് എൻ ഓഡിറ്റ് പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നേച്ചർ ഓഫ് ബിസിനസ്. നമ്മൾ ബിസിനസ്സിൻ്റെ നേച്ചറാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് സ്ട്രക്ചർ ബൈ വിസിറ്റിംഗ് ദെയർ ഓഫീസ് ആൻഡ് ഒബ്സർവിങ് ദെയർ ഡോക്യുമെൻറ്റ്. അപ്പോൾ അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടും അതേമാതിരി തന്നെ അവരുടെ ഡോക്യുമെൻറ്റുകൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ടും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ക്ലയൻറ്റിൻ്റെ ഫിനാൻഷ്യലും അതേമാതിരി തന്നെ അക്കൗണ്ടിങ് സ്ട്രക്ചറും എങ്ങനെയാണ് അവർ ബുക്സ് കീപ്പ് ചെയ്യുന്നത്, അവരുടെ നേച്ചർ എങ്ങനെയാണ്, ബിസിനസ്സിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് നേച്ചർ ഓഫ് ബിസിനസ് മനസ്സിലാക്കണം. രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ഓവറോൾ പ്ലാൻ. നമുക്ക് നമ്മളുടെ ഒരു പ്ലാനിനെ കുറിച്ചൊരു ധാരണ വേണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു ഓഡിറ്റ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം. സോ ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ഫോളോ എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് മോഡിഫൈ ദ ഓവറോൾ പ്ലാൻ ഇഫ് നെസസറി. അപ്പോൾ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായുള്ള അപ്രോച്ചിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓഡിറ്റ് പ്ലാനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചേഞ്ച് ചെയ്യണം. അടുത്ത വെച്ചാൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ്. ദിസ് എൻഷ്യൂർ കണ്ടിന്യൂസ് ചെക്കിംഗ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ എറർ. അപ്പം റെക്കോർഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ റെക്കോർഡുകളായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേമാതിരി തന്നെ എന്തിനു വേണ്ടിയിട്ട്,
എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ എന്താണ് മനസ്സിലാക്കണം ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്തതിന് മുമ്പ്. ദെൻ സൈസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. Larger organizations have more complex accounting records, especially with multiple branches or high turnover. അപ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സും അതേമാതിരി തന്നെ അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു സ്ഥാപനത്തിന് ഓഡിറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല ബ്രാഞ്ചുകളും അതേമാതിരി തന്നെ കൂടുതൽ ടേൺ ഓവറൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാമും അതിനനുസരിച്ചിട്ട് മാറണം. സോ നമ്മളൊരു ഓഡിറ്റ് പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്തതിന് മുമ്പ് അതിൻ്റെ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ സൈസും അതേമാതിരി തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് സ്ട്രക്ചറും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ ഓർഗനൈസേഷണൽ ഇൻഫർമേഷൻ. gather details about client's history, purpose and timeliness for the audit. അപ്പോൾ നമ്മളെന്താണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ ഹിസ്റ്ററിയും അവരുടെ പർപ്പസും അതേപോലെ തന്നെ ഓഡിറ്റിൻ്റെ ടൈമും ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗ്യാദർ ചെയ്യണം. ഓർഗനൈസേഷൻ എങ്ങനെയാണ് അവർ ഓഡിറ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഓഡിറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ നല്ല രീതിയിലാണോ ഓഡിറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതേമാതിരി തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും അതേമാതിരി തന്നെ അവരുടെ പർപ്പസ്, അവർ എന്ത് പർപ്പസിന് വേണ്ടിയാണോ ബിസിനസ് ചെയ്യുന്നത്, നല്ല ലീഗൽ രീതിയിലാണോ അല്ലെങ്കിൽ ഇല്ലീഗൽ രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്യണം. ദെൻ അക്കൗണ്ടിങ് പോളിസീസ്. റിവ്യൂ പ്രീവിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. അപ്പോൾ അവരുടെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് പ്രാക്ടീസസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കൺസിഡറേഷൻസ്. അടുത്തതെന്ന് വെച്ചാൽ ഡ്രോയിങ് അപ്പ് ദ ഓഡിറ്റ് പ്രോഗ്രാം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ഗ്യാതറിങ് ഇൻഫർമേഷൻസ്. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നേച്ചർ ഓഫ് ദ ഓർഗനൈസേഷനും അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ സ്ട്രക്ചറും ഓവറോൾ പ്ലാനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്തു. അപ്പോൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തതിന് ശേഷം ദ ഓഡിറ്റർ ക്യാൻ ഔട്ട്ലൈൻ ആൻ ഓഡിറ്റ് ഏരിയ, ഡിസൈഡ് ഓൺ ഡീറ്റെയിൽഡ് ചെക്സ് ആൻഡ് ഡിറ്റർമൈൻ സ്പെസിഫിക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഏതൊക്കെ ഏരിയസാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്, അതേമാതിരി തന്നെ ഡീറ്റെയിൽഡ് ചെക്ക് വേണ്ട സ്ഥലങ്ങൾ, അതേമാതിരി തന്നെ സ്പെസിഫിക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വേണ്ട സാധനങ്ങൾ, സിറ്റുവേഷൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഡിറ്ററിന് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തതിന് ശേഷം. ഇനി ഫസ്റ്റ് ടൈം ഓഡിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്, ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് 3 സ്റ്റേജുകളാണ് പറഞ്ഞത്. നമ്മൾ 3 സ്റ്റേജിലാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു എൻറ്റിറ്റിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ക്രിയേറ്റ് എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ദ ഓഡിറ്റ് പ്രോഗ്രാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ബ്രോഡായിട്ടുള്ള ഔട്ട്ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ, ഫിൽ ഇൻ ഡീറ്റെയിൽസ് ആഫ്റ്റർ റിവ്യൂയിങ് ഇൻറ്റേർണൽ കൺട്രോൾസ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ ബ്രോഡായിട്ട് ഔട്ട്ലൈൻ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ റിവ്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ദെൻ ഡിറ്റർമൈൻ സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് നീഡഡ് ബേസ്ഡ് ഓൺ ദ ബിസിനസ് ടൈപ്പ്. അപ്പോൾ നമ്മൾ ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വേണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. നമ്മൾ ബിസിനസ്സിൻ്റെ ടൈപ്പ് മനസ്സിലാക്കിയതിൻ്റെ ബേസിൽ. സോ ബേസ്ഡ് ഓൺ ബിസിനസ് ടൈപ്പ് നമ്മൾ എന്ത് നോക്കണം, സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് വേണോ എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ലൈക്ക് വെരിഫൈയിങ് ബാലൻസസ് ഓർ ഇൻസ്പെക്ടിങ് അസെറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്റ്റോക്കാണെന്ന് വെച്ചാൽ അത് ഐസ് ആണെന്ന് വെക്കുക. അപ്പോൾ അത് ആരും പെട്ടെന്ന് വെരിഫൈ ചെയ്യുന്നില്ല. ഓഡിറ്റേഴ്സ് ഒന്നും എന്താണ് ഐസ് എന്ന് വെച്ചാൽ ഐസ്ക്രീം, അങ്ങനെ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ പാലോ അങ്ങനെ ഒരു ഡയറി ഫേമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, അതൊന്നും പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുന്നില്ല. കാരണം ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് രീതിയിലായിരിക്കും ഈ മിൽക്കൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുക. കാരണം
മോർണിംഗിന് ശേഷം എന്താണ് അവർ ഇതിന് പോകും, ഈ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ അല്ലെങ്കിൽ സൊസൈറ്റീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അതിന് മുമ്പേ ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെന്ത് തീരുമാനിച്ചു, നമ്മൾ ഈ ഒരു സാധനം രാവിലെ തന്നെ പോയിട്ട് സ്റ്റോക്ക് എടുക്കാനുള്ള കാര്യം തീരുമാനിച്ചു. അപ്പോൾ എന്താണ്, ബിസിനസ്സിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മൾ അസറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രൊസീജിയർ വേണോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ടൈം ഓഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾസ് റിവ്യൂ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. മൂന്നാമത്തത് ബിസിനസ് ടൈപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് വേണോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുക. മോഡിഫിക്കേഷൻസ് ടു ദ ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാമിൽ എപ്പോഴൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത് നമ്മൾ? സോ ദ ഓഡിറ്റ് പ്രോഗ്രാം ഷുഡ് ബി റിവ്യൂഡ് ആൻഡ് അഡ്ജസ്റ്റഡ് ബേസ്ഡ് ഓൺ. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ്, ലെസൺസ് ലേൺഡ് ഫ്രം പ്രീവിയസ് ഓഡിറ്റ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഓഡിറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്താം. കാരണം നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മളൊരു ഓഡിറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അത് അത്ര എഫക്റ്റീവ് ആയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ കൊല്ലം എന്ത് ചെയ്തു, നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ റിവൈസ് ചെയ്തു അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു. സോ ഫസ്റ്റ് വൺ വെച്ചാൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം മോഡിഫൈ ചെയ്യാൻ പറ്റുക. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ചേഞ്ചസ് ഇൻ ബിസിനസ്, എനി സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ കൺട്രോൾസ് ഓർ പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്തെങ്കിലും കൺട്രോൾസിലോ പ്രൊസീജിയേഴ്സിലോ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. ആൻഡ് തേർഡ് വൺ, കറൻറ്റ് ഇയർ ഇവാലുവേഷൻ, അസസ്മെൻറ്റ് ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ ഫോർ ദ കറൻറ്റ് ഇയർ. അപ്പോൾ കറൻറ്റ് ഇയറിലെ ഇൻറ്റേർണൽ കൺട്രോൾ അസസ്മെൻറ്റ് എടുത്തൊക്കെ എന്ത് മനസ്സിലായി, കുറേ മാറ്റങ്ങളുണ്ടെന്ന് മനസ്സിലായി. കറൻറ്റ് ഇയർ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അവരുടെ ഇൻറ്റേർണൽ കൺട്രോളിൽ കുറേ മാറ്റങ്ങളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷനിൽ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം മോഡിഫൈ ചെയ്യണം. സോ 3 സിറ്റുവേഷനിലാണ് നമുക്ക് നമ്മുടെ ഓഡിറ്റ് പ്രോഗ്രാംസ് മോഡിഫൈ ചെയ്യാനുള്ളത്. ഒന്ന് വെച്ചാൽ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ വെച്ചാൽ ചേഞ്ചസ് ഇൻ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണം. പിന്നെ കറൻറ്റ് ഇയർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിൽ കറൻറ്റ് ഇയർ ഇവാലുവേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം മോഡിഫൈ ചെയ്യാം. വെൻ ടു അൾട്ടർ ദ ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം എപ്പോഴാണ് നമ്മൾ മാറ്റേണ്ടത്, അതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന് തൊട്ട് മുമ്പ് നോക്കി വെച്ചാൽ ഓഡിറ്റ് പ്രോഗ്രാം മോഡിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനല്ല എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാംസ് മോഡിഫൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് നോക്കിയത്. ഇവിടെ നോക്കുന്നത് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ഒരു ഓഡിറ്റ് പ്രോഗ്രാം അൾട്ടർ ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്. സോ certain situations require changes to the audit program. അപ്പോൾ ചില സിറ്റുവേഷൻസ് എന്താണ്, ഓഡിറ്റ് പ്രോഗ്രാം മാറ്റേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ വോളിയം എന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ് മേ നീഡ് ടു ചേഞ്ച് ഇഫ് ടേൺ ഓവർ ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ്. അപ്പോൾ നമ്മളുടെ ബിസിനസ്, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ടേൺ ഓവർ വളരെ കൂടി, 10 കോടിയിൽ നിന്ന് 100 കോടിയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാം അൾട്ടർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്, ടേൺ ഓവറിലുള്ള ഇൻക്രീസ്. രണ്ടാമത്തത് കൺട്രോൾ എഫക്റ്റീവ്നെസ്, ഇഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് ആർ ഫൗണ്ട് ടു ബി ലെസ് എഫക്റ്റീവ് ദെൻ എക്സ്പെക്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, ഒരു വലിയ സ്ഥാപനമാണ്, നല്ല രീതിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് എന്നുള്ളൊരു ഹോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അവിടെ എത്തിയിട്ട് നമ്മൾ വെരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് തീരെ എഫക്റ്റീവ് അല്ല ഇൻറ്റേർണൽ കൺട്രോൾ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഓഡിറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോവുക. പക്ഷേ ഈ ഇൻറ്റേർണൽ കൺട്രോൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായി അത് എഫക്റ്റീവ് അല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്തും മാറ്റണം, നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാമും ആൾട്ടർ ചെയ്യണം. സോ രണ്ടാമത്തേതാണ് കൺട്രോൾ എഫക്റ്റീവ്നെസ്. അതിൽ നമ്മളുടെ ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവാണ്, പക്ഷേ പിന്നെ മനസ്സിലായി അത് തീരെ എഫക്റ്റീവ് അല്ല. അപ്പോൾ നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം ആൾട്ടർ ചെയ്യണം. തേർഡ് വൺ, അസറ്റ് ഇൻക്രീസസ്. അപ്പോൾ അസറ്റ് കൂടുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വോളിയം എന്ന് വെച്ചാൽ സെയിൽസ് കൂടുകയാണെന്നുള്ള കാര്യം പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ അസറ്റ് കൂടുകയാണെങ്കിൽ എ സിഗ്നിഫിക്കൻറ്റ് റൈസ് ഇൻ ബുക്ക് ഡെറ്റ്സ് ഓർ സ്റ്റോക്ക് വാല്യൂസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്തിട്ട് ഈ കൊല്ലത്തെ ബുക്ക് ഡെറ്റ്സ് അതേമാതിരി തന്നെ സ്റ്റോക്ക് വാല്യൂ എന്ന് വെച്ചാൽ ഡെറ്റേഴ്സും അതേമാതിരി തന്നെ സ്റ്റോക്ക് വാല്യൂ ഒക്കെ
വളരെ കൂടി, സ്റ്റോക്കും ബുക്ക് ഡെറ്റ് വളരെ കൂടുന്ന വെച്ചാൽ നമുക്കൊരു അത്ര ഒരു പോസിറ്റീവായ കാര്യമല്ല. ബിസിനസ്സിൻ്റെ ഒരു ലിക്വിഡിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെന്ത് ഈ ബുക്ക് ഡെറ്റ് കൂടുന്നതും സ്റ്റോക്ക് വാല്യൂ കൂടുന്നതും. അപ്പോൾ അത് നമുക്ക് അത്ര ഒരു നല്ല കാര്യമല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം അപ്പോഴും മാറ്റണം. കാരണം ഇതിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, ബിസിനസ്സിൻ്റെ ഗോയിങ് കൺസേണിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ. കാരണം എന്താണ്, നമ്മളുടെ സ്റ്റോക്ക് കൂടുന്നതിന് റീസൺ എന്താണ്, സെയിൽസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ബുക്ക് ഡെറ്റ് കൂടുന്നതിൻ്റെ കാരണം എന്താണ്, നമ്മൾ സെയിൽ ചെയ്ത സാധനത്തിന് നമുക്ക് പൈസയും കിട്ടുന്നില്ല. സോ നമ്മളുടെ ടേൺ ഓവർ പ്രോപ്പർ അല്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ അൾട്ടർ ചെയ്യണം, നമ്മളുടെ ഓഡിറ്റ് പ്രോഗ്രാം അൾട്ടർ ചെയ്യണം. കാരണം ഈ ഒരു കാര്യങ്ങളിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. Then suspicion of misappropriation. If there is any sign that the company's asset may be misused. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫേമിൻ്റെ എന്തെങ്കിലും അസറ്റിനെ മിസ്യൂസ് ചെയ്ത രീതിയിൽ നമുക്കൊരു സൈൻ കിട്ടുകയാണ്, നമുക്കൊരു സൂചന കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോഴും നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം മാറ്റിയിട്ട്, എന്ന് വെച്ചാൽ ആ ഒരു ഏരിയ, ഈ ഒരു അസറ്റിൻ്റെ ഏരിയയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. സോ ഈ സിറ്റുവേഷൻസിനാണ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം അൾട്ടർ ചെയ്യേണ്ടി വരിക. ഫസ്റ്റ് വെച്ചാൽ വോളിയം ഇൻക്രീസ് ആകുമ്പോൾ, രണ്ടാമത്തെ വെച്ചാൽ കൺട്രോൾ എഫക്റ്റീവ്നെസ്സിൽ എന്തെങ്കിലും നമ്മളുടെ ജഡ്ജ്മെൻറ്റിൽ മാറ്റം വന്നാൽ, മൂന്നാമത്തെ വെച്ചാൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൽ, അസറ്റിൻ്റെ ഇൻക്രീസ് വന്നാൽ, ആൻഡ് നാലാമത്തെ വെച്ചാൽ സസ്പീഷൻ ഓൺ മിസ്അപ്രോപ്രിയേഷൻ. ദ ഓഡിറ്റ് പ്ലാൻ ഷുഡ് ബി റീഅസസ്ഡ് ആസ് ദ ഓഡിറ്റ് പ്രോഗ്രസ്സസ്. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം നമ്മൾ റീഅസസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് മനസ്സിലാവുക, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീൻ്റെ ഒരു നേച്ചറും കാര്യങ്ങളും നമുക്ക് കൂടുതൽ മനസ്സിലാവുക, നമുക്ക് എക്സ്പീരിയൻസും അപ്പോഴാണ് വരിക. സോ ആ എക്സ്പീരിയൻസിൻ്റെയും ആ നോളേജിൻ്റെയും ബേസിൽ നമ്മൾ എന്ത് റീഅസസ് ചെയ്യണം, ഓഡിറ്റ് പ്രോഗ്രാം റീഅസസ് ചെയ്യണം. അതേമാതിരി തന്നെ ഓഡിറ്റ് പ്ലാനും ബേസ്ഡ് ഓൺ ദ റിവ്യൂ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് കംപ്ലയൻസ് ചെക്ക്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ റിവ്യൂ ചെയ്തതിൻ്റെ ബേസിലും അതേമാതിരി തന്നെ കംപ്ലയൻസ് ചെക്കിൻ്റെ ബേസിലും അതിൻ്റെ റിസൾട്ടിൻ്റെ ബേസിലും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ ഓഡിറ്റ് പ്ലാൻ നമ്മൾ റീഅസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഓഡിറ്റ് പ്രോഗ്രാം. ചാപ്റ്റർ 3 ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പാർട്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണിത്.